കാഫിറുകളുടെ ഭാര്യമാരുടെ യോനി നിനക്ക് വിത്തുപാകാൻ പറ്റിയ വളക്കൂറുള്ള മണ്ണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. മുന്നിൽ നിന്നോ പുറകിൽ നിന്നോ ഏത് ദിശയിൽ നിന്ന് വേണമെങ്കിലും നിനക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഭോഗിച്ചുകൊള്ളൂ എന്ന് പഠിപ്പിച്ച ഒരു ഗുരു. ആ ഗുരുവിൻ്റെ ശിഷ്യന്മാർ കേവലം ഒരു നിമിഷപ്രിയയെ കൈവിധത്തിലൊക്കെ ചെയ്തില്ലെങ്കിലല്ലേ അർത്ഥമുള്ളൂ. അവളുടെ കുട്ടിയെ ഇനി എന്താ ചെയ്യേണ്ടത്? അവളുടെ കുട്ടിയെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർക്കണം, അല്ലെങ്കിൽ IDF ഇസ്രായേൽ എയർഫോഴ്സിൽ ചേർക്കണം. അവനെ നല്ല വൃത്തിയായിട്ട് പൈലറ്റ് പരിശീലനം കൊടുക്കണം. എന്നിട്ട് അവനെ നമ്മൾ പറഞ്ഞയക്കുക, യഹൂദികളുടെ ഇടയിലേക്ക് പറഞ്ഞയക്കണം. അവൻ്റെ കയ്യിൽ അണുബോംബ് കൊടുത്തു തരണം. എന്നിട്ട് ഈ തലാലിൻ്റെ കുടുംബത്തെയും അവരെയൊക്കെ സത്യത്തെങ്കിൽ ബോംബിട്ട് കൊല്ലട്ടെ. അതുതന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ്. ഈ 1400 വർഷം ഈ ലോകത്തെ മുഴുവൻ വിഷലിപ്തമാക്കി ഇതുപോലെ ഓരോരോ സ്ത്രീകളുടെയും ചാരിത്രം അപഹരിച്ചുകൊണ്ട് അവന്മാർ ചെയ്തിപ്പം പാവം പെണ്ണുങ്ങളൊക്കെ ഒരു പക്ഷേ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് വെട്ടിക്കൊന്നിട്ടുണ്ടായ 101 കഷ്ണമാക്കിയിട്ടുണ്ടാവും. അതിനവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളൊരു ഭർത്തൃമതിയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്. അവൾക്ക് തൻ്റെ ചാരിത്രം, തൻ്റെ പാതിപത്യം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അത് അപഹരിക്കാൻ പറ്റുന്നത് കശ്മീരിനെ കൊല്ലുക എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ചേർന്ന ഒരു കാര്യമാണ്. അതാണ് അവൾ ചെയ്തത്. ഇനി അതിന് ചെയ്യപ്പെടുന്നത് ഈ മതം നശിച്ചു പോകുന്ന ഇതുപോലെയുള്ള വധശിക്ഷകൾ കൊണ്ടാണ്. ഇതുപോലുള്ള വധശിക്ഷകൾ നടത്തിയാണ് ഈ 1400 വർഷം ഈ വൃത്തികെട്ട മതം ലോകത്തിൽ നിലനിന്നത്. ഏതായാലും അവൾ മരിക്കുമെന്നുള്ള ഉറപ്പാണ്. അവൾ ശാന്തമായി മരിക്കട്ടെ. പക്ഷേ തലമുറകൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറഞ്ഞതുപോലെ ആ ചെറുക്കനുണ്ടല്ലോ, ചെറുക്കൻ കൊച്ചുണ്ട്, അവളുടെ പുത്രൻ, അവനെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർക്കാം. മനസ്സിലാവും. പഹൽഗാമിൽ ഇട്ടില്ലേ, കുറേ അവന്മാരുടെ തലയിൽ കൊണ്ട് ഇട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇടണം. അങ്ങനെ ഓരോരോ ഈ വൃത്തികെട്ട മതത്തിൻ്റെ പേരിൽ ഈ കിതാബ് കൊണ്ട് ലോകത്ത് വൃത്തികേട് കാണിച്ചവന്മാരെ കൊന്നു തീർക്കാം.